വിനീത വി ജി കൂടെ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ഇപ്പോൾ വിനീതയ്ക്കൊപ്പം AICC സെക്രട്ടറി KC വേണുഗോപാൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിന് ഒരു സുപ്രഭാതം പറയുക. എന്തായാലും വളരെ കടുത്ത നിരാശയിലാണ് കേരളത്തിലുള്ള ആളുകൾ. നമ്മൾ ഒന്നിച്ച് KC വേണുഗോപാൽ ഉൾപ്പെടെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ട സമയമായിരിക്കുന്നു. പറയൂ വിനീത. തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ് SKN. KCക്ക് ഒരു ഗുഡ് മോർണിംഗ് SKN പറയുന്നുണ്ട്. നമസ്കാരം. ഒപ്പം തന്നെ കേസ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് അടക്കം ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, ആവശ്യമായിട്ടുള്ള ധനസഹായം നൽകുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷെ അങ്ങനെ ഒരു നടപടി നിലവിലില്ല എന്നുള്ളതാണ് കേന്ദ്രം ഇതിൽ അറിയിച്ചിരിക്കുന്ന ആ കത്തിൽ പറയുന്നത്. എന്താണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട്? ഇത് ഏറ്റവും അങ്ങേറ്റത്തെ ക്രൂരതയോടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് കേരളത്തിനെതിരായിട്ട്. കാരണം ഇത് എന്തെങ്കിലും ഔദാര്യമല്ല. ഇത്രയും സമാനതകളില്ലാത്തൊരു ദുരന്തം കേരളത്തിൽ നടന്നിട്ട് ലോകം മുഴുവനുള്ള ആളുകൾ ഈ ദുരന്തത്തിൽ സഹായിക്കാൻ കൈകോർത്ത് പിടിക്കാൻ മുന്നോട്ട് വന്നിട്ട് കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ക്രൂരതയാണ് ഇതിനകത്ത് നമുക്ക് ആവശ്യം. അവരിപ്പോൾ ഏറ്റവും പറയുന്ന വാദമാണ് വിചിത്രം. SDRF ഫണ്ട് ഉപയോഗിക്കണം. SDRF ഫണ്ട് ഉപയോഗിക്കുന്നതിന് പരിമിതികളുണ്ട്, അതിന് നോംസ് ഉണ്ട്, അതനുസരിച്ചുള്ള സഹായം. മാത്രമല്ല SDRF ഫണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്തമുള്ളവർക്കും ഇല്ലാത്തവർക്കും SDRF ഫണ്ടുണ്ട്. അതിൽ നിന്നെടുത്ത് ചിലവഴിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ? 1500 കോടി രൂപയുടെ ആവശ്യപ്പെട്ട റിഹാബിലിറ്റേഷൻ പാക്കേജ് ആവശ്യപ്പെട്ട സ്റ്റേറ്റിനോട് നിങ്ങൾ SDRF ഫണ്ടിൽ ബാക്കിയുള്ള തുക ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ ഇൻസൾട്ടാണ് അവർ നടത്തിയിരിക്കുന്നത്. ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റ് സമ്മേളിച്ചപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അന്ന് പാർലമെൻറ്റിൽ ഒരു പ്രത്യേക ചർച്ച നടത്തുകയുണ്ടായി വയനാടിന് വേണ്ടിയിട്ട്. ആ ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യമാണ്, രേഖകൾ പരിശോധിച്ചാൽ അറിയാം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കീഴ്വഴക്കങ്ങളുണ്ട്. ആന്ധ്രയിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും ദുരന്തമുണ്ടായപ്പോൾ അവിടെ കലാമിറ്റി ഓഫ് സിവിയർ നാച്ചർ എന്ന പേര് L3 പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കേന്ദ്ര സർക്കാർ സഹായം കൊടുത്തത്. അങ്ങനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ചോദിക്കാനുള്ള ഒരു കാര്യം, ശരിക്കും പ്രധാനമന്ത്രി വളരെ അനുഭാവപൂർവ്വമായിരുന്നു വയനാട്ടിൽ സന്ദർശനം നടത്തിയത്. അപ്പോൾ ഈ സന്ദർശന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു മെമ്മോറാണ്ടം എഴുതി നൽകിയാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. എന്തായാലും ഈ വാക്കുകൾ ലോക്സഭയിൽ താങ്കൾ ഉൾപ്പെടെയുള്ള നമ്മുടെ അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നാണ്. കാരണം ഇത് നമ്മുടെ നാട്ടിലെ ഒരു 3 ഗ്രാമങ്ങളെ ബാധിച്ചു എന്ന് പറയുന്നത് 600-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ട ഒരു ദേശീയ ദുരന്തം തന്നെയായിരുന്നു. ഇത്രയധികം ആളുകൾ പുഴുക്കളെ പോലെ മരിച്ച ഒരു ഉരുൾപൊട്ടലാണ് അവിടെ ഉണ്ടായത്. ആ ദുരന്തത്തെ നമ്മളെന്തെങ്കിലും നൂലാമാലയുടെ പേരിൽ കുറച്ച് കാണാൻ കഴിയില്ല. KC. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഉത്തരാഖണ്ഡിലും ആന്ധ്രയിലും സഹായിക്കാൻ ലെവൽ 3 ഗ്രേഡിൽ ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സഹായിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടും മറ്റു സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നത് അതൊന്നും ഞാൻ ആക്ഷേപം പറയുന്നില്ല. ഇതുപോലെ ദുരന്തം നടക്കാത്ത സംസ്ഥാനങ്ങളിൽ പോലും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഇത്രയും വലിയ ദുരന്തം നടന്ന കേരളത്തിൽ കൊടുക്കാതിരിക്കുന്നത് അങ്ങേറ്റത്തെ കടുത്ത ക്രൂരതയാണ്. ഇത് കേരളം പിടിച്ചു വാങ്ങണം. അത് പിടിച്ചു വാങ്ങാൻ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി കേരളം പോരാടണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഇക്കാര്യത്തിൽ. KC, ഇതിനകത്ത് ഇപ്പം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ഒക്കെ തന്നെ കോൺഗ്രസിൽ നിന്നാണ്. നിങ്ങൾ ഇത്രയധികം MP മാർ ലോക്സഭയിലുണ്ട്. എന്തായിരിക്കാം കോൺഗ്രസ് പോലുള്ള ദേശീയ പ്രസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? ഞങ്ങൾ ഈ കാര്യം ഏറ്റവും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പോരാട്ടം തന്നെ നടത്തും, സംശയമില്ല. താങ്ക് യു KC വേണുഗോപാൽ. ലോക്സഭയിലൊക്കെ സജീവമായി ചർച്ച നടന്ന കാര്യം തന്നെയാണ് കേരളത്തോട് ഇത്രയും വലിയൊരു അവഗണന. KC പറഞ്ഞ പോലെ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്ത കാര്യത്തിലൊന്നും നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. എന്നാൽ നമുക്ക് കിട്ടാനുള്ളത് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല. മാത്രമല്ല, ഒരു ദുരന്ത മുഖത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തോട് ഇത്രയും മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് ഒരു സർക്കാരിന് ഭൂഷണമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്.